കണ്ണൂർ അഴീക്കോട് പുന്നക്കപ്പാറയിൽ പടക്കം പൊട്ടി 8 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. കുട്ടികൾക്ക് പടക്കം എവിടെ നിന്ന് ലഭിച്ചുവെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. കളിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതേസമയം മരിച്ച അമാന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നത് സിനോജ് തോമസ് ആണ്. സിനോജ്, അപ്പോൾ കുഞ്ഞുങ്ങളാണ്, അവർക്കറിയില്ല, അവർ നിഷ്കളങ്കമായി കളിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഒരു വലിയൊരു ദുരന്തത്തിലാണ് അവസാനിച്ചത്. ഒരാൾ മരണപ്പെട്ടു, 2 പേർ ചികിത്സയിലുണ്ട്. ഈ ചികിത്സയിലുള്ള കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? എങ്ങനെ ഈ കുട്ടികളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള പടക്കം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ എത്തി? പോലീസ് എന്താണ് സംശയിക്കുന്നത് സിനോജ്? ഷിഗാസ്, അതായത് പോലീസ് കരുതുന്നത് ഇന്നലെ UDF-ന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് ആഘോഷ പ്രകടനം ഉണ്ടായിരുന്നു. UDF-ന്റെ അവിടെ പടക്കം പൊട്ടിച്ചത് ആഘോഷമുണ്ടായിരുന്നു. അങ്ങനെ ആ UDF പ്രവർത്തകർ പൊട്ടിച്ച പടക്കങ്ങൾ അതിൽ ചിലത് പൊട്ടാതെ കിടന്നു. അത് കുട്ടികളെടുത്ത് കൂട്ടിയിട്ട് അത് ഒരുമിച്ച് പൊട്ടിക്കാൻ നടത്തിയ ശ്രമത്തിനിടയിലാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ ഫോറൻസിക് സംഘമൊക്കെ തന്നെ ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഇതിനു മുൻപ് വിഷു കഴിഞ്ഞ സമയത്തൊക്കെ തന്നെ ഈ കുട്ടികൾ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പൊട്ടാതെ കിടന്ന പടക്കങ്ങൾ ഒരുമിച്ച് കൂട്ടിവെച്ച് പൊട്ടിച്ചതായി തന്നെ പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതേ മാതൃകയിൽ തന്നെയാണ് ഈ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഈ അമാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ അവിടെ എത്തി ഇത്തരത്തിൽ പൊട്ടാതെ കിടന്ന പടക്കങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് വെച്ച് ഒരുമിച്ച് കൂട്ടിവെച്ച് പൊട്ടിക്കുന്നതിനിടയിൽ ആണ് ഈ അപകടം സംഭവിച്ചതാണ് പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്. അമ്മാന്റെ തലയ്ക്ക് പരിക്കേറ്റാണ് ഈ മരണം സംഭവിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30-ക്കാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഒപ്പം പരിക്കേറ്റ മറ്റ് വിദ്യാർത്ഥികളുടെ പരിക്ക് ഗുരുതരമല്ല, ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. കുട്ടികൾ പടക്കം ഉപയോഗിച്ച് കളിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. പക്ഷേ ഈ പടക്കങ്ങൾ എങ്ങനെ കുട്ടികളുടെ കൈകളിലേക്ക് എത്തി? ഇത് പടക്കങ്ങൾ മുതിർന്നവർ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതാണോ, അല്ലെങ്കിൽ പൊട്ടാതെ കിടന്ന പടക്കങ്ങൾ അവർ ഉപേക്ഷിച്ച് പോയത് എന്തിനു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫോറൻസിക് പരിശോധന ഇന്നലെ പൂർത്തിയാവുകയും ചെയ്തിരുന്നു. ഷിഗാസ്, ശരി.